ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അടിയിൽ സൗണ്ട് ഉണ്ടാവും, വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. വെൽക്കം ടു പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നല്ല. ഇന്ന് സൺഡേ ആണ്, ഫ്രീ ആണ്. അപ്പോൾ പിന്നെ എടുക്കാമെന്ന് കരുതി. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം എല്ലാവരും ഓഫ് വൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ബ്യൂട്ടിഫുൾ സൽവാർ എക്സ്ക്ലൂസീവ്ലി ആരിഫ കോടിയിൻ്റെയാണ്. നല്ല ഭംഗിയുള്ള ചുരിദാറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് റീക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതി. അത് നിങ്ങൾക്ക് കൂടിയും വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്നൊരു സട്ടിൽ മേക്കപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടില്ലേ, ബ്രൈഡ്സിൻ്റെ ഒക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ഉള്ളിൽ നിന്നൊരു ഗ്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ അന്ന് ചെയ്തപ്പോൾ ഞാനായിരുന്നു ഹെന്നയുടെ മാരേജ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ചെയ്ത മേക്കപ്പാണ്. അപ്പോൾ അന്ന് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെയ്തതൊക്കെ. അപ്പോൾ അതാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസ് നോക്കണ്ട, ഞാൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കണോണ്ടായിരിക്കും. ഓക്കെ, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സെറാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊഡക്ട്സും കൂടിയും ഇതിൽ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയ പ്രൊഡക്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫായിട്ട് അൽഹംദുലില്ലാ, കുഴപ്പമില്ല. ബാക്കിയുള്ളവരൊക്കെ അപേക്ഷിച്ച് ഞാൻ ഭയങ്കര സേഫായിട്ടിരിക്കുകയാണ്. നമ്മൾ സെറം യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. സെറം യൂസ് ചെയ്ത് കൂടുതൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഒരു ഓയിൽ ലുക്ക് ആയിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് സെക്കൻഡ് മേക്കപ്പ് ഉള്ളൂ വേണ്ടേ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. കുറച്ച് ഇടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇടാതിരിക്കാം. സെറം മാത്രം യൂസ് ചെയ്ത് പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആക്കാം, ഓൾ ടൈം ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഓക്കെ, യൂസ് ചെയ്യേണ്ട സൺസ്ക്രീൻ ആണ്. പക്ഷേ സൺസ്ക്രീൻ തേച്ച് നമുക്ക് പോകണമെന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണിത്. ഓക്കെ, ലിക്വിഡ് കൺസീലറാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ അണ്ടർ ഐ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മറക്കാം. ഷെയ്ഡ് വന്നിട്ട് വാം സാൻഡ് ആണ് കേട്ടോ, 01. ആക്ച്വലി ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ നിന്നതായിരുന്നു ഒരുങ്ങുമ്പോൾ മിഞ്ഞാന്ന്. പക്ഷെ നേരം കിട്ടിയില്ല, എനിക്ക് ധൃതിയും വെള്ളം പിടിച്ചിട്ട്. കളർ കറക്റ്റർ ഉണ്ട്. ഇത് ലിക്വിഡ് കൺസീലറാണ്. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഓറഞ്ച് ഷെയ്ഡൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ സാധാ കൺസീലറാണ്. അതിനകത്ത് സേഫ് ആണോന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ കൊൽക്കത്തയിൽ റേപ്പ് കേസ് നടന്ന സീനും കാര്യങ്ങളും. അപ്പോൾ അപ്പാർട്ട് ഫ്രം നമ്മളുടെ പേഴ്സണൽ വിഷമങ്ങളും കാര്യങ്ങളും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അൽഹംദുലില്ലാ സേഫായിട്ടിരിക്കുകയാണ്. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫായി പോയി അല്ലാട്ടി. നമ്മൾ ബ്ലെൻഡ് ചെയ്യാം. കുഞ്ഞൊരു ബ്ലെൻഡർ ഉണ്ട്, നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കവറേജ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കവറേജ് ഉണ്ട്, ഇല്ലയെന്ന് വെച്ചൊന്നുമില്ല. അങ്ങനത്തെ ഒരു കൺസീലറാണിത്. പക്ഷെ കുഴപ്പമില്ല, കമ്പാരിറ്റീവ്ലി നല്ല. ഒന്നും ഇടാണ്ട് നേരെ ഫൗണ്ടേഷൻ ഇടാൻ കാട്ടി നല്ലത് ഇങ്ങനെ കൺസീലർ ചെയ്തിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടുന്ന പോലെ അല്ലേ. അടുത്ത ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ആക്ച്വലി ഇതൊക്കെ ഒരുങ്ങിയിട്ട് എനിക്ക് എവിടെയും പോകാനില്ല കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നത് സേഫ്റ്റിയുടെ കാര്യം ഫോർ ദ ഗേൾസ്. ഞാൻ മാർഷൽ ആർട്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പ്രൈസൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ വരില്ലേ, ഇൻ്റർവ്യൂവിലൊക്കെ മിക്കപ്പോഴും ആൾക്കാർ ഇൻ്റർവ്യൂസ് ചോദിക്കും എന്താണ് ഗേൾസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറയും, എനിക്ക് ഗേൾസിനോടല്ല പറയാനുള്ളത്, ബോയ്സിനോടാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഉദ്ദേശിക്കണേ ഇപ്പോൾ കേട്ടോ. ഗേൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗേൾസ് മാർഷൽ ആർട്സ് പഠിക്കുക, ഗേൾസിനെയും ബോയ്സിനാണ് അവയർനെസ് കൊടുക്കണം. സത്യം പറഞ്ഞാൽ മർഡറൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ല, ഫാമിലി മെമ്പേഴ്സിനെ അറിയിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും കുറേ ഗേൾസും കാര്യങ്ങളൊക്കെ. അവർക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ ആണ് നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നുണ്ടാവും. മേ ബി ഞങ്ങൾക്ക് ചിലപ്പോൾ മൈൻഡൊന്നും ഉണ്ടാവില്ല ചിന്തിക്കാൻ. എന്തായാലും ഇവിടെ നല്ലൊരു നിയമം വരുന്ന വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
എന്താണെന്ന് വെച്ചാൽ ഗേൾസിനോട് മാത്രമല്ല അവയർനെസ് കൊടുക്കുന്നത്, ബോയ്സിനും കൂടി അവയർനെസ് പാരൻസ് കൊടുക്കുന്നത് നല്ലതാണ്. അതാണ് എനിക്ക് പറയുന്നത്. നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തു, ഞാൻ ലിപ് ബാം ഇട്ടു. അടിയിൽ സംഭവത് ഡെർമയുടെ തന്നെ BB ക്രീമാണ്. ഇതിൽ നിയാസൈനമൈഡും അതുപോലെ ഹൈഡ്രോണിക് ആസിഡൊക്കെ ഉണ്ട്. എടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ സറ്റിൽ മേക്കപ്പ് ആണെന്ന്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലോമി ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചിട്ടാൽ മതിയേ. മിക്സ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്തിന് ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇതിൽ കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആയതുകൊണ്ട് എല്ലാം ആ സ്പോഞ്ച് സക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ തേച്ച ഇതൊക്കെ എന്തായിരിക്കും ആ സ്പഞ്ചിലായിരിക്കും. പക്ഷെ കൺസീലർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് തിക്കായിരിക്കുമല്ലോ ടെക്സ്ചർ, അപ്പോൾ അത്ര അബ്സോർബ് ചെയ്യില്ല സ്പോഞ്ചിൽ. അതുകൊണ്ടാണ് ഞാൻ അതിന് എന്ത് ചെയ്ത് യൂസ് ചെയ്തത്, സ്പഞ്ച് യൂസ് ചെയ്ത്. കുറച്ച് ടൈം എടുക്കും, സമയം ഒരുങ്ങാനൊക്കെ സമയമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ്. ഞാൻ പറഞ്ഞിങ്ങനെ ബ്ലഷൊക്കെ നല്ലെടുത്ത് കാണിക്കുന്ന ഒരു മേക്കപ്പ് ആട്ടത്. ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടാ. ഞാൻ യൂസ് ചെയ്യുന്നത് ഏതിൻ്റെ ബ്ലൂ ഹെവൻ്റെ ഐയുടെ മേലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് പോലെയാണ്. ആദ്യം തന്നെ പേടിക്കേണ്ടത് ബ്ലെൻഡ് ആവും. നമുക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡ് ചെയ്യാം. ഇത് ബ്ലെൻഡ് ഔട്ടാ. നമ്മൾ കുറച്ച് ടൈം എടുത്ത് കുറേ ടൈം അങ്ങനൊന്നുമില്ല, പെട്ടെന്ന് ബ്ലെൻഡ് ആവും. ബ്ലഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്ലഷ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഞാൻ മേക്കപ്പ് ഇട്ട് അപ്പം വേർക്കും, എന്താണെന്ന് നമുക്ക് അറിയില്ല. അടുത്തത് നമ്മൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്ന നൈക്കയുടെ തന്നെ കോമ്പാക്റ്റ് ആണ്. നല്ല കോമ്പാക്റ്റ് ആട്ടോ. എനിക്ക് അവിടെ പോയിട്ടൊന്ന് കാര്യം മനസ്സിലാവും. നമുക്കുണ്ടാവില്ല ചിലപ്പോൾ മേക്കപ്പ് ചെയ്ത കറുത്ത് പോയി, മേക്കപ്പ് ഇട്ടപ്പോൾ കറുത്ത് എന്നൊക്കെ പറയില്ലേ, കോമ്പാക്റ്റ് ഇട്ടപ്പോൾ കറുത്ത് പോയി എന്നൊക്കെ പറയില്ലേ. അതെനിക്ക് ഞാനിങ്ങനെ ഷോപ്പിൽ ഷോപ്പ് ഇങ്ങനെ സാധനം മേടിക്കാൻ പോയപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനോട് പറഞ്ഞതാണ്, നിങ്ങൾ കോമ്പാക്റ്റ് മേടിക്കുമ്പോൾ ലൈറ്റ് കളേഴ്സ് കോമ്പാക്റ്റ് മേടിക്കുക. അപ്പോൾ നിങ്ങളുടെ കളറിനെക്കാട്ടും ലൈറ്റ് കളേഴ്സ് മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കറുത്ത പോലെ തോന്നില്ലാന്ന്. അതെനിക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല, ലൈറ്റ് കളറാണ് മേടിച്ചത്. ഇതിൻ്റെ ഷെയ്ഡിനെ കാട്ടിയും ലൈറ്റ് കളറാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് എന്താ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കറുത്ത് പോയി അല്ലെങ്കിൽ കറുത്തിരിക്കുന്നതെന്ന് നമ്മൾ തോന്നില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പാക്റ്റ് മേടിക്കുമ്പോൾ കുറച്ച് ലൈറ്റ് കളർ ഷെയ്ഡ്സ് മേടിക്കാം. നല്ല കേട്ടോ നയിക്കണേ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ നെക്കിലും കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ എവിടെയും പോകണമെന്നില്ലല്ലോ, ഫേസ് മേക്കപ്പ് മാത്രമല്ലേ. ഓക്കെ, അടുത്ത ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു ഐലൈനറാണ്. നല്ല ഐലൈനർ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് മേലെ മാത്രം ഒരു വിങ് വരയ്ക്കുള്ളൂ, അടിയിൽ കൂടുതലായിട്ട് വാരി ഇതാക്കുന്നില്ല. ഈ കോർണറിൽ മാത്രം ഒന്ന് ആക്കും. ഓക്കെ, ഞാൻ ഇതിൽ വരച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അത് ഞാനിത് വേറെ വരച്ചിട്ട് ഐഷാഡോ ഇടാൻ മറന്നുപോയി. ഐലൈനറിൻ്റെ മുന്നേ വിങ് വരച്ചപ്പോൾ ഓർമ്മ വന്നത്. നമുക്ക് ഐഷാഡോ ഇടണം. ഇതിൽ നമുക്ക് ഒരു റോസ് ഗോൾഡ് പോലത്തെ നൈസായിട്ടൊന്ന് ജസ്റ്റ് ഇടാം. ഇതൊരു നൈറ്റ് ഫംഗ്ഷനൊക്കെ നല്ല ഭംഗിയുണ്ടാവട്ടെ ഈ മേക്കപ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഐലൈനർ ചെയ്യാം. അപ്പോൾ കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ണ് എഴുതുമ്പോൾ എപ്പോഴും ഇവിടം കൂടിയും, ഞാൻ മിക്ക വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടം കൂടിയും വരക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളെ കണ്ണ് കുറച്ചുകൂടി വലുതായി പോകും. അല്ലെങ്കിൽ കണ്ണ് കുറച്ച് വലുതാണ്, കുഴപ്പമില്ല. അയ്യോ, ഈ ബ്ലൂ ഹെവൻ്റെ ഐലൈനർ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് കേട്ടോ. വാട്ടർ പ്രൂഫാണ്, നല്ല. ഇവിടെ മാത്രം ഡാർക്കൻ ചെയ്യണുള്ളൂ, ഇത്രേ ഉള്ളൂ. ഓക്കെ, കൂടുതലായിട്ടില്ല, ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്നത് മസ്കാര ഇടാണ്, മാഴ്സിൻ്റെ കേട്ടോ.
ലോക്ക്ഡൗൺ സമയത്തൊക്കെ വെറും എനിക്ക് ഇതൊക്കെ തന്നെ ഇരുന്ന് പണി. അന്ന് പിന്നെ യൂട്യൂബൊന്നുമില്ല, വെറുതെ ഞാൻ വീഡിയോ എടുക്കും, ഞാൻ തന്നെ ഇരുന്ന് കാണും, ഞാൻ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യും. ഇന്ന് പിന്നെ ആ ക്രേസൊക്കെ വിട്ടു. ബട്ട് സ്റ്റിൽ എനിക്ക് വീഡിയോസ് എടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടിയിൽ വല്ലാണ്ട് ഇടുന്നില്ല, മേലെ മാത്രം ഹൈലൈറ്റ് ചെയ്യണം. ഇതം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്ലോ കാണുന്നുണ്ടോ? കുറച്ചുകൂടി ഗ്ലോ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്ത അതേ ഇത് തന്നെയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. പുതിയ ലിപ്സ്റ്റിക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്തു ഗൈസ്. പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് 130 കൊക്കോമോച്ച. നല്ല ഷെയ്ഡാണ് ഇത്. ഞാൻ കടയിൽ പോയപ്പോൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അവർ വീണ്ടും വരുത്തിച്ചാണ്. അത്രയും മൂവിങ് ആണെന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അടിപൊളിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ബ്രൗൺ ആണ്, പക്ഷേ ബ്രൗൺ അല്ല, ഇതൊരു ഒരു പർപ്പിളായിട്ട് തോന്നില്ല, പക്ഷെ നേരിട്ടിട്ട് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ ഹെയർ സെറ്റ് ചെയ്ത് ഷാളൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇയറിങ്സ് ഇടാം. നമ്മൾ ഹരിയുടെ ആണ്, ഹരി ഇവിടെ വെച്ച് പോയതാ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി മേക്കപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടിയാ. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബൈ.